പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഏപ്രിൽ 7-ന് കൊടിയേറും. ക്ഷേത്രത്തിൽ നടന്ന കൈകൊട്ടിക്കളി മത്സരം ശ്രദ്ധേയമായി. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 6-ന് നടന്ന കൈകൊട്ടിക്കളി മത്സരം ശ്രദ്ധേയമായി. പെരുമ്പാവൂർ സമീപ പ്രദേശത്തുള്ള നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. വൈകിട്ട് 6:30-ന് ലളിത സഹസ്രനാമ പാരായണം, 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം, 8:30-ന് പ്രശസ്ത ക്ഷേത്രവാദ്യ കലാകാരൻ ഒറ്റപ്പാലം ഹരിയും സംഘവും അവതരിപ്പിക്കുന്ന കർണാടിക് ഫ്യൂഷൻ ബാണി എന്നിവ നടക്കും. നല്ല ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഏപ്രിൽ 7-ന് വൈകിട്ട് 4:30-ന് വിഷ്ണു സഹസ്രനാമം, 5-ന് പിഷാരിക്കൽ ആദിത്രേയ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ എന്നിങ്ങനെ വിവിധ കലാപരിപാടികളും, 8:15-ന് തന്ത്രിമുഖ്യൻ ചെറുമുഖ് ഇല്ലത്ത് ബ്രഹ്മശ്രീ KC നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ്, തുടർന്ന് കൊടിയേറ്റ് സദ്യ, 8:45-ന് രാമപുരം ത്രയംബകം ഭജൻസ് അവതരിപ്പിക്കുന്ന രാഗധാരയും നടക്കും. എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണവും പ്രസാദഊട്ടും ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രസിഡന്റ് NP ബാബു അറിയിച്ചു. ശരണം. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവം നാളെ 7-ാം തീയതി കൊടിയേറുകയാണ്. തന്ത്രിമുഖൻ ചെറുമുക്കല്ലത്ത് നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങ് നാളെ തുടങ്ങി വിഷുദിനത്തിൻ്റെ തലേദിവസം കൊടിയിറക്കിയിട്ട് 8 മണിക്ക് അവസാനിക്കുന്നതാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് നമ്മളൊരു കൈകൊട്ടി കളി മത്സരം നടത്തുന്നുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ പ്രദേശത്ത് നിന്ന് തന്നെ പല പഞ്ചായത്തിൽ നിന്നും നിരവധി ആളുകൾ നമ്മുടെ പരിപാടികൾക്ക് പങ്കെടുക്കുവാൻ എത്തിയിട്ടുണ്ട്. ഈ പരിപാടി 4 മണിക്ക് തുടങ്ങി ഏകദേശം ഒരു 6 മണിയോടുകൂടി പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലളിത സഹസ്രനാമത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്ന തത്വമസി ആധ്യാത്മിക സമ്മേളനം ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിനുശേഷം വിവിധ പരിപാടികളാണ് ഓരോ ദിവസവും നടത്തി വരുന്നത്. ക്ഷേത്രത്തിൽ കഥകളി, കൂത്ത്, ബാലെ, ഡാൻസ്, നമ്മുടെ സുപ്രസിദ്ധ സിനിമാ താരം ആശാസരത്തിൻ്റെ നൃത്താവിഷ്കാരം, അതുപോലെ തന്നെ നമ്മുടെ പത്മശ്രീ ജയറാം നയിക്കുന്ന പഞ്ചാരിമേളം, ADGP നടത്തുന്ന സംഗീത സന്ധ്യ, അങ്ങനെ നിരവധി പരിപാടികളാണ് നമ്മൾ ഈ വർഷം ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത്. കൂടാതെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും പ്രസാദകൂട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ തിടമ്പേറ്റാൻ വരുന്നത് പാമ്പാടി രാജൻ ആണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഉത്സവത്തിൻ്റെ ഉണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.